പ്രോക്രിയേറ്റിൽ ഡിജിറ്റൽ പെയിന്റിങ്ങിന്റെ ഒരു കംപ്ലീറ്റ് മലയാളം ട്യൂട്ടോറിയൽ. അതാണ് ഞാൻ സ്വപ്നം കണ്ട കിനാശ്ശേരി. ഇതിന് A to Z സ്ട്രക്ചർ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് പ്രോക്രിയേറ്റിന്റെ ഹോം സ്ക്രീൻ. റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട്. നമ്മൾ വരച്ച ഈ ക്യാൻവാസിനെ സെലക്ട് ചെയ്ത് സ്റ്റാക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമാണ് ഈ ഓപ്ഷൻ. അപ്പൊ എന്താണ് സ്റ്റാക്ക്? നമ്മൾ വരച്ച ഈ പെയിന്റിങ്സിന്റെ എല്ലാം ക്യാൻവാസിനെ കാറ്റഗറൈസ് ചെയ്ത് ഒരു ഫോൾഡറിനുള്ളിൽ വെക്കുന്നതിനെയാണ് ഈ സ്റ്റാക്ക് എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ സ്റ്റാക്ക് ചെയ്യാം. ഈ ക്യാൻവാസിനെ ലോങ് പ്രസ് ചെയ്ത് സ്റ്റാക്ക് ചെയ്യേണ്ട ക്യാൻവാസിന് മുകളിലേക്ക് ഓവർലാപ്പ് ചെയ്ത് വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്കായി സ്റ്റാക്ക് ആവുന്നതാണ്. അടുത്തത് സെലക്ഷനിൽ ടാപ്പ് ചെയ്ത് സ്റ്റാക്ക് ചെയ്യേണ്ട ക്യാൻവാസിനെ എല്ലാം സെലക്ട് ചെയ്ത് ജസ്റ്റ് സ്റ്റാക്ക് ടാപ്പ് ചെയ്താൽ മതി. ഇതുപോലെ ഒരു ഫോൾഡറിനുള്ളിലേക്ക് വരുന്നത് കാണാം. നെക്സ്റ്റ് ഇമ്പോർട്ട്. ക്യാൻവാസ് അല്ലാതെ ഏതെങ്കിലും ഇമേജസ് എല്ലാം ഇമ്പോർട്ട് ചെയ്ത് വരയ്ക്കാനോ എഡിറ്റ് ചെയ്യാനോ വേണ്ടിയാണ് ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ പ്ലസ് ഐക്കൺ ആണ്. ഇവിടെ ഒരുപാട് ക്യാൻവാസ് സൈസുകൾ തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ഈ ന്യൂ ക്യാൻവാസ് പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്ത് മില്ലിമീറ്റർ, സെന്റിമീറ്റർ, ഇഞ്ചസ്, പിക്സൽ ഇതെല്ലാം കൊടുത്ത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി എടുക്കുന്ന ക്യാൻവാസ് സൈസ് വിഡ്ത്ത് 2160, ഹൈറ്റ് 2700, DPI 300 മസ്റ്റ് ആണ്. ഈ മെഷർമെന്റിലുള്ള ക്യാൻവാസിൽ നമുക്ക് മാക്സിമം കിട്ടുന്ന ലെയേഴ്സുകളുടെ എണ്ണം 175 ആണ്. അങ്ങനെ ക്യാൻവാസ് ഓപ്പൺ ആയിട്ടുണ്ട്. ടൂൾസിന്റെയും അഡ്ജസ്റ്റ്മെന്റിന്റെയും ലെയേഴ്സിന്റെ എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് പ്രോക്രിയേറ്റിലുള്ളത്. എല്ലാ ടൂൾസ് ആൻഡ് സെറ്റിംഗ്സും ഒരു തിയറി ക്ലാസ് പോലെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു ബോറടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ എല്ലാം ഒന്ന് റഫ് ആയിട്ടൊന്ന് പറയാം. വരയ്ക്കുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം കാണുന്ന ഈ സ്പാനർ ഐക്കൺ എന്ന് പറയുന്ന പേരാണ് ആക്ഷൻ. ആക്ഷൻ ബട്ടണിൽ ആദ്യം കൊടുത്തിട്ടുള്ള ഓപ്ഷനാണ് ആഡ്. ഇമേജിനെ ഇൻസേർട്ട് ചെയ്യാനും ടെക്സ്റ്റ് ആഡ് ചെയ്യാനും ഒക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. അടുത്തത് ക്യാൻവാസ് ഓപ്ഷൻ. അനിമേഷൻ ചെയ്യുമ്പോൾ അനിമേഷൻ അസിസ്റ്റ്, ഡ്രോയിങ് ഗൈഡ്, പിന്നെ അഡീഷണൽ ആയി റഫറൻസ് ക്യാൻവാസ്, ക്യാൻവാസിന്റെ മൊത്തം ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ഫ്ലിപ്പ്. അടുത്തത് ഷെയർ ഓപ്ഷൻ. നമ്മൾ ചെയ്ത വർക്കുകളെല്ലാം സേവ് ചെയ്യുന്നത് ഇവിടെയാണ്. PSD, PDF, JPEG, PNG, പിന്നെ അനിമേഷൻസ് എല്ലാം സേവ് ചെയ്യാൻ അനിമേറ്റഡ് ഗിഫ്, അനിമേറ്റഡ് MP4, അങ്ങനെ പ്രോക്രിയേറ്റ് തന്നെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തത് വീഡിയോ. നമ്മൾ വരച്ച ഡ്രോയിങ്സിന്റെ എല്ലാം ഒരു ടൈം ലാപ്സ് വീഡിയോ പ്രോക്രിയേറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് തരും. ഈ ടൈം ലാപ്സിൽ നല്ല അടിപൊളി ഫീച്ചേഴ്സുകൾ അല്ലാണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്. അടിപൊളിയാണ്. ഇവിടെ നമ്മൾ വരച്ച കളേഴ്സിന്റെ എല്ലാം ഹ്യൂ, സാച്ചുറേഷൻ, ബ്രൈറ്റ്നെസ്, കളർ ബാലൻസ്, പിന്നെ ഗോഷ്യൻ ബ്ലർ, മോഷൻ ബ്ലർ, പിന്നെ വരച്ച ചിത്രങ്ങൾക്ക് നോയ്സ് കൊടുക്കാനും ഗ്ലിച്ച് എഫക്റ്റ് കൊടുക്കാനും പിന്നെ ക്രോമാറ്റിക് അബ്രഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ ഈ അഡ്ജസ്റ്റ്മെന്റിലുണ്ട്. നെക്സ്റ്റ് സെലക്ഷൻ. പേര് പോലെ തന്നെ ഫ്രീ ഹാൻഡ് ആയും റെക്ടാങ്കിൾ, എലിപ്സ് ഷേപ്പിൽ സെലക്ട് ചെയ്യാനും സെലക്ട് ചെയ്തതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാനും കളർ ഫില്ല് ചെയ്യാനും ഇവിടെയാണ് ഓപ്ഷൻ ഉള്ളത്. നെക്സ്റ്റ് ട്രാൻസ്ഫോം. നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യാൻ സ്കെയിലിംഗിൽ തന്നെ ഫ്രീ ഹാൻഡ് ആയും യൂണിഫോം ആയും ഡിസ്റ്റോർട്ടഡ് ആയും സ്കെയിൽ ചെയ്യാനും വാർപ്പ് ചെയ്യാനും ഇവിടെ വന്നാൽ മതി. തൊട്ടു മുമ്പ് ആക്ഷനിലെ ക്യാൻവാസിൽ പറഞ്ഞ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഫ്ലിപ്പ് ക്യാൻവാസിനെ മൊത്തമായിട്ടാണ് ഫ്ലിപ്പ് ചെയ്യുന്നത്. എന്നാൽ സെലക്ട് ചെയ്ത ഓരോ ഒബ്ജക്റ്റിനെയും ഫ്ലിപ്പ് ചെയ്യാനായിട്ട് ഇവിടെയാണ് ഓപ്ഷൻ ഉള്ളത്. ഇനി പറയാനുള്ളത് ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള ഓപ്ഷനാണ്. അത് അടുത്ത വീഡിയോയിൽ പറയാം. യൂട്യൂബിൽ നിങ്ങൾക്ക് ബോറടി ഇല്ലാതെ കാണാൻ ആഗ്രഹിക്കുന്ന ടൈം ഡ്യൂറേഷൻ, അതായത് വീഡിയോയുടെ ലെങ്ത് എത്രയാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് വരുന്ന വീഡിയോസിന്റെ എല്ലാം ടൈം ലിമിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.